ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങളിലൊന്നില്ല ഒരാൾ എന്നോട് സംസാരിച്ചപ്പോൾ ആ വ്യക്തി പ്രത്യേകിച്ച് നമ്മുടെ ചില വ്യക്തിത്വങ്ങളുടെ ജീവിതത്തിൽ നേരിടുന്ന പ്രയാസങ്ങൾ നിമിത്തം നിരാശനായി കണ്ടു. ദൈവം എനിക്ക് ബോധ്യമായത് വെച്ച് പറഞ്ഞാൽ ദൈവം പറഞ്ഞത് അത് ദൈവം ചെയ്തത് അല്ലെങ്കിൽ ചെയ്യുന്നത് ശരിയല്ല, അവരിതിലും കൂടുതൽ അർഹിക്കുന്നുണ്ടെന്നുള്ള ഒരു ബോധ്യത്തിലാണ് സംസാരം. തീർച്ചയായിട്ടും നമുക്കും അങ്ങനെയൊക്കെ തോന്നാറുണ്ട്, എനിക്കും തോന്നാറുണ്ട്, നിങ്ങൾക്കും അങ്ങനെ ചിലർക്കും അങ്ങനെ തോന്നിക്കാണുമെന്ന് ഞാൻ കരുതട്ടെ. ഇനി ഞാനിതിലും കൂടുതൽ അർഹിക്കുന്നു തോന്നുന്ന സമയങ്ങളും എനിക്കുണ്ട്. ഞാൻ ഈ വരികളൊന്നുകൂടെ അതുകൊണ്ട് പാടാൻ ആഗ്രഹിക്കുന്നു. ലോകത്ത് ഏറ്റവും കൂടുതലും മനുഷ്യന് സംശയമുളവാക്കുന്ന ഒരേ ഒരു രംഗം ജീവിതത്തിൽ നമ്മളും മറ്റുള്ളവരും നമുക്ക് ചുറ്റുമുള്ളവരും ഒക്കെ നേരിടുന്ന കഷ്ടത മാത്രമാണ്. സംശയങ്ങൾക്ക് ഉത്തരം നൽകുന്ന ഏതൊരാളിൻ്റെ അവരുടെ പ്രൊഫൈലിൽ പോയി അവരുത്തരം നൽകിയ ചോദ്യോത്തരങ്ങൾ എടുത്തു നോക്കിയാൽ ഏറ്റവും കൂടുതൽ അവർ ഉത്തരം പറഞ്ഞേക്കുന്ന ഒരേ ഒരു കാര്യം കഷ്ടതകൾ എന്തുകൊണ്ടെന്ന്. വിവിധ കാരണങ്ങളുണ്ട്. ഞാൻ ഈ വ്യക്തിയോടും കുറച്ചധികം സംസാരിക്കേണ്ടി വന്നു. അനുഭവമുള്ള ചിലർക്കറിയാം അതിൻ്റെ നന്മകൾ. നമ്മൾ വിശ്വസിക്കുന്നത് നമ്മൾ ദൈവത്തിൻ്റെ കരങ്ങളിലാണ്. ആരെങ്കിലും ഒരാൾ ഈ പാട്ട് ഒന്നുകൂടെ തുടങ്ങി ഈ വരികൾ 2 തവണ ഒന്ന് പാടിയിട്ട് നമുക്കിരിക്കാം. പാടുമ്പോൾ ഒരു തവണ പാടുമ്പോൾ ഇത് ഞാൻ അവനുള്ള കയ്യിലിരിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിൽ ധ്യാനിക്കും. 2ാമത്തെ തവണ പാടുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും പ്രയാസം തോന്നുന്ന ഒരു വ്യക്തി ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ വ്യക്തി ദൈവത്തിൻ്റെ ഉള്ളം കയ്യിലിരിക്കുന്നു എന്ന് ധ്യാനിച്ചുകൊണ്ട് പാടും. ഞാനവനുള്ളം കൈയിരിക്കയാ ആരുമില്ലെനിക്കു ദോഷം ചെയ്യുവാ. ഞാനവനുള്ളം കൈയിരിക്കയാ ആരുമില്ലെനിക്കു ദോഷം ചെയ്യുവാ. ഇന്നെനിക്കു വന്നു നേരിടുന്നതെല്ലാം, ഇന്നെനിക്കു വന്നു നേരിടുന്നതെല്ലാം സംഗീതമാണെന്നു ഞാൻ അറിയുന്നു. സംഗീതമാണെന്നു ഞാൻ അറിയുന്നു. എന്തേ എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടമെന്നിൽ പൂർണ്ണമാക്കണേ. എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടമെന്നിൽ പൂർണ്ണമാക്കണേ. ദൈവത്തിന് സ്തോത്രം. എനിക്കിന്ന് വിശ്രമിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. 2 പേര് മെസ്സേജ് പറയുന്നത് കൊണ്ട് ഞാൻ അധ്യക്ഷനോട് പറയാം 3ാമത്തെ മെസ്സേജ് വേണ്ട, 2 അങ്ങ് നിർത്താമെന്ന് കരുതിയിരിക്കുമ്പോൾ ഇന്നലെ രാത്രി ഒരു ലീവ് ആപ്ലിക്കേഷൻ വന്നു. ദൈവത്തിന് സ്തോത്രം. മെസ്സേജ് പറയണ്ടെന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല, എൻ്റെ ശബ്ദം ഒത്തിരി നിങ്ങൾ കേൾക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്, വേറൊന്നുമല്ല. മെസ്സേജൊന്നും ദൈവം ഒരു സന്ദേശം തരാഞ്ഞിട്ടൊന്നുമല്ല. ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ ആഴ്ചത്തെ സന്ദേശം വളരെ പരിതാപകരമായിരുന്നു എന്നാണ് അറിയുന്നത്. ഒരല്പം ഖേദമില്ലാതില്ല, കാരണം എനിക്കതിൽ അത്ര വലിയ പ്രയാസമില്ലായിരുന്നു. എന്നാൽ അതിന് മുമ്പിലത്തെ ആഴ്ച ഞാൻ പറഞ്ഞ സന്ദേശം എനിക്ക് തന്നെ ഇഷ്ടപ്പെട്ടില്ല. ഞാനത് ഒന്നും ചെയ്യാതിരിക്കുകയായിരുന്നു.
പിന്നെ കിരൺ വന്ന് ചോദിച്ചപ്പോൾ ഞാനതങ്ങ് കൊടുത്തു. അങ്ങനെയാണ് അത് യൂട്യൂബിൽ വരുന്നത്. പക്ഷെ കഴിഞ്ഞ ആഴ്ചത്തെ മെസ്സേജ് ഒരല്പം കുഴപ്പമില്ല. ചിലർക്കത് ദൈവപ്രവൃത്തിയായിരുന്നു, അല്ലെങ്കിൽ ചിലരോട് സംസാരിച്ചു എന്ന് ഒരാൾ പോകുന്നതിന് മുമ്പ് എന്നോട് സംസാരിച്ചിട്ട് പോയതുകൊണ്ട് ചെറിയൊരു ആശ്വാസം. നിങ്ങൾ അറിഞ്ഞോ ഇല്ലെന്നറിയില്ല ഇങ്ങനെ സംഭവത്തെക്കുറിച്ച്. ഇതിന് പകരം ഒരു 10 പേര് പലസ്തീനിൽ നടന്നാൽ നിങ്ങളെല്ലാവരും അറിയും. ഇത് എത്ര പേരായിരിക്കും? ആ ഒരു നടുക്കൊരു വെള്ളത്തിൻ്റെ സംഗതി, വെള്ളം പോലെ കാണുന്നത് എന്താണെന്ന് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? നമ്മൾ നാട്ടിലൊക്കെ ചെറുതിലെ മുദ്രാവാക്യം വിളിക്കുമ്പോൾ കേട്ടിട്ടുണ്ട്, ചോരച്ചാലുകൾ നീന്തി കയറിയ എന്നൊക്കെ പറഞ്ഞ്. ഒരു കോഴിയെ പോലും കൊല്ലാൻ ധൈര്യമില്ലാത്തവനാണ് ഈ വിളിക്കുന്നത്. പോട്ട്. ഇത് പക്ഷേ പറഞ്ഞ ആ വാക്കിന് തുല്യമായിട്ടുള്ള സംഗതിയാണ്. ഏകദേശം എത്ര പേരെ നിങ്ങൾ മനസ്സിൽ കരുതുന്നുണ്ട്? ഒരു ഊഹം 2000. ഇതാണ് ലോകം. ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് സുഡാനിലായിപ്പോയി. ദൈവത്തിന് സ്തോത്രം. മനുഷ്യൻ്റെ സ്വഭാവ രീതികൾ ഇങ്ങനെയാണ്. മറ്റു വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ ഗാസ സംഗതികളെക്കുറിച്ചൊക്കെ മനസ്സിലാക്കുമ്പോൾ, അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇതുകൂടെ ഓർത്തിരുന്നാൽ മതി. ഇതുപോലെ ഒത്തിരി ഉണ്ട്. ഞാൻ ചില വെബ്സൈറ്റുകൾ പോലും ഞാൻ ചിലരോടൊക്കെ പറഞ്ഞിട്ടുണ്ട് നോക്കാനായിട്ട്. നമ്മൾ പ്രാർത്ഥനയിൽ പല വിഷയങ്ങളും വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മളെ സഹോദരങ്ങൾ അജിത, ഡിന്നി, ആ 2 പേരെ കുറിച്ച് നമ്മൾ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ട്. അതൊരു ദൈവസഭയിൽ വലിയ ഒരു ഭാരം പോലെ തന്നെ നമ്മുടെ മുമ്പിലായിരിക്കുന്നു. അവർ വലിയ പ്രയാസം അവർ തരണം ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അവർ നിൽക്കുന്ന ചോദ്യമുനകളൊക്കെയും എന്താണെന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ദൈവത്തിന് സ്തോത്രം. ദൈവം അതിലൊരു വൻ കാര്യം കണ്ടിട്ടുണ്ട്, തീർച്ചയായിട്ടും ഞാൻ മനസ്സിലാക്കും. ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു ചൊവ്വാഴ്ച എങ്ങാണ്ടായപ്പോഴാണ് തോന്നുന്നു നമ്മുടെ സ്മോൾ ഗ്രൂപ്പ് ലീഡേഴ്സിനോട് പറഞ്ഞു, ഇനി ആരോടും സന്ദേശത്തിനായിട്ട് അങ്ങോട്ട് ചോദിക്കേണ്ട എന്ന് ഞാൻ പറഞ്ഞു. അതെന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ വരുന്ന ഓരോരുത്തർക്കും ബോധ്യം ഉണ്ടായിരിക്കണം ഇത് നിങ്ങളുടെ വീടാണ്. ഇവിടെ ഒരു അതിഥി വന്നാൽ ആ അതിഥിക്ക് ഒരു ചായയെങ്കിലും കൊടുക്കേണ്ടത് നിങ്ങളുടെയും കൂടെ ഉത്തരവാദിത്വമാണെന്നുള്ളൊരു ബോധ്യം നേടുക. നിങ്ങളുടെ പ്രചോദനത്തിനായിട്ടൊരു വാക്യം ഞാൻ വായിക്കാം. മലാക്കി 3:10. അതന്നെ, പക്ഷെ മാറിപ്പോയില്ല. ഞാൻ നിങ്ങൾക്ക് ആകാശത്തെ കിളിവാതിലുകളെ തുറന്ന് ഫലം പോരാതെ വരുമ്പോഴോ നിങ്ങളുടെ മേൽ അനുഗ്രഹം പകരുകയില്ലയോ എന്നിങ്ങനെ നിങ്ങൾ ഇതിനാൽ എന്നെ പരീക്ഷിപ്പിനെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്യുന്നു. മതി. ദശാംശത്തെക്കുറിച്ച് യേശുവിൻ്റെ മുമ്പിൽ പരീശന്മാർ സംസാരിക്കുമ്പോൾ യേശു തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ സകലത്തിലും പതാരം കൊടുക്കുന്നു, ശതകുപ്പ, ജീരകം എന്നിവ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഓരോ ദിവസം ഓരോരുത്തരും അവകാശപ്പെടുന്ന പ്രകാരം നിങ്ങൾ ഓരോ ദിവസവും പാല് കുടിക്കുന്നുണ്ടല്ലേ? ആ പാലിൻ്റെ ഒരംശം മാത്രമേ നമ്മൾ ചോദിച്ചോളൂ. നിങ്ങൾ ഓരോ ദിവസവും കുടിക്കുന്നു എന്ന് പറയുന്ന പാലിൻ്റെ ഒരംശം മാത്രമേ നമ്മളിവിടെ ചോദിച്ചോളൂ. ബോധ്യമാകാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈവക്കിയാൽ വിശദമാക്കാം. ഏത് ശിശു ആയാൽ പോലും വചനം എന്ന മായമില്ലാത്ത പാല് നിങ്ങൾ ദിവസവും കുടിച്ചിരിക്കണം. ആ കുടിക്കുന്നതിൻ്റെ ഒരു ദശാംശം മാത്രമേ നമ്മൾ ചോദിച്ചുള്ളൂ എന്ന്. ബോധ്യമായോ? ദൈവത്തിന് സ്വാഗതം. ഇനി അതെന്തിനാന്നുള്ള പറഞ്ഞിട്ടുണ്ട്. ആ അവസാനത്തെ ഭാഗം ഒന്നുകൂടെ വായിച്ചോണേ. എന്നിങ്ങനെ നിങ്ങൾ ഇതിനാൽ എന്നെ പരീക്ഷിപ്പിൻ എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്യുന്നു. തൊട്ട് മുമ്പ് മതി. കിളിവാതിലുകളെ തുറന്ന് മഴ പെയ്യിക്കാനല്ല, ആകാശത്തിൻ്റെ കിളി വാതിലുകളെ ഒന്നാണോ? നമ്മുടെ നാട്ടിൽ ഈ കിളിവാതിൽ എന്ന് പറഞ്ഞാൽ പ്രയോഗമുള്ളത് ഈ ചാരാഴക്കടയല്ല,
അത് അടച്ചു കഴിഞ്ഞ് ചെല്ലുന്നവരായി കിളിവാതിൽ തുറക്കണമെന്നൊക്കെ പറയുന്ന ഒരു സംഗതി. അത് തുറക്കുമ്പോൾ അവന് സന്തോഷം ഉണ്ടാവുന്നുണ്ടെങ്കിൽ സ്വർഗത്തിലെ ഒരു വാതിൽ തുറന്നാലോ. ഇനി നിങ്ങളിത് ചെയ്തു കഴിഞ്ഞാൽ എത്ര എണ്ണം തുറക്കാമെന്ന് പറഞ്ഞേക്കുന്നത്? കുറഞ്ഞത് 2 എണ്ണം തുറക്കും. ഈ വാഗ്ദത്തം നിറവേറണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 2 എണ്ണം തുറന്നേ വെക്കും. ബാക്കി നിങ്ങളുടെ ഇഷ്ടം. ഒരു കാര്യം ഉറപ്പാണ്, കൃത്യമായിട്ട് ഇതൊക്കെ ചെയ്താലുണ്ടല്ലോ നിങ്ങളുടെ കാര്യത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കത്തില്ല. സംശയമൊന്നുമില്ല, നിങ്ങളുടെ കാര്യത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കത്തില്ല. ദൈവത്തിന് ഞാനിന്ന് സംസാരിക്കാൻ പോകുന്ന പിതാവിൻ്റെ സ്നേഹത്തെക്കുറിച്ചും അതിനോട് കൂടി യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെക്കുറിച്ചും അതൊരു ചെറിയ ഭാഗമായിട്ട് സ്നാനത്തിൻ്റെ ചെറിയ പ്രാധാന്യത്തെക്കുറിച്ച്. കാരണം പലരും ചോദിക്കാറുള്ളൊരു സംഗതിയാണ് സ്നാനത്തിന് പ്രാധാന്യമുണ്ടോ. പലപ്പോഴും നമുക്ക് അങ്ങനെ അല്ല എന്ന് പോലും തോന്നാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഈ സുവിശേഷ സഭകളാണ് ഇതിന് ഇത്രയധികം പ്രാധാന്യം കൊടുക്കാറുള്ളത്. സുവിശേഷ സഭ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ കൃത്യമായിട്ട് പറഞ്ഞാൽ ഇവാഞ്ചലിക്കൽ ചർച്ചസ് എന്ന് പറയും. അതിനാണ് സുവിശേഷ സഭകൾ എന്ന് പറയുന്നത്. ബ്രദറൻ പെന്തക്കോസ്ത് സഭകളെ ഒരുമിച്ച് ചേർത്ത് അങ്ങനെ പറയുന്നതാണ്. ബാപ്റ്റിസ്റ്റ് സഭകളെയും കൂടെ ചേർത്ത് പറയുന്ന ഒരു പേരാണ് ഇവാഞ്ചലിക്കൽ ചർച്ചസ്. ചില നാട്ടിലെ ഇവാഞ്ചലിക്കൽ ചർച്ചിനെ ഉദ്ദേശിച്ചല്ല. ശിവം പറഞ്ഞൊരു വസ്തുതയുണ്ട്, എല്ലാവരെയും ദൈവത്തിന് അങ്ങ് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റും എന്ന്. ഞാനത് അവരുടെ സ്മോൾ ഗ്രൂപ്പിൽ വിശദമായിട്ട് ചർച്ച ചെയ്യാനായിട്ട് വിടുകയാണ്, മറന്നുപോയത്. കാര്യം അതിനകത്ത് മറഞ്ഞു നിൽക്കുന്ന ഒരു ചെറിയ പ്രശ്നമുണ്ട്. നമ്മുടെ ദൈവത്തെക്കുറിച്ചുള്ള ഒരു തിരിച്ചറിവിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ. അതാർക്കെങ്കിലും മനസ്സിലായോ? അതെ, അവിടെ ഒരു നേതാവ് ഇല്ലത്. മനസ്സിലായി കാണും. ദൈവത്തിന് സ്വാതന്ത്ര്യം. നമ്മുടെ ദൈവത്തിന് കഴിയാത്ത കാര്യങ്ങളുണ്ട് കേട്ടോ. നമ്മുടെ ദൈവം സർവശക്തനായിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ദൈവത്തിന് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. സംശയത്തോടെ പെട്ടെന്ന് നോക്കുന്നവർക്കായിട്ട് ഒറ്റ കാര്യം, നമ്മുടെ ദൈവത്തിന് വ്യാജം പറയാൻ പറ്റത്തില്ല. അത് സർവശക്തിയുടെ കാര്യമാണോ എന്ന് ചോദിച്ചാൽ അതും കൂടെ ചേർത്ത് സർവശക്തനാണെന്ന് പറയുന്ന ദൈവം പുറത്ത് വേറെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞു. സർവശക്തനാവണമെങ്കിൽ സകല വൃത്തികേടും കൂടെ ചെയ്താലേ ആകൂ എന്ന് ഡെഫിനിഷൻ ഉള്ള ദൈവങ്ങൾ പുറത്തുണ്ട്. മനസ്സിലാക്കിയിരിക്കും. മനസ്സിലാവുന്നുണ്ട്? ഗോഡ് ഈസ് ഓൾ പവർഫുൾ എന്ന് പറയണമെങ്കിൽ ദൈവം കള്ളവും പറഞ്ഞിരിക്കണം എന്ന് പറയുന്ന റിലീജിയസ് ബിലീഫ് പുറത്തുണ്ട്. ഞാൻ പിതാവിനെ കുറിച്ച് പറയാമെന്നല്ലേ പറഞ്ഞു. മാതാക്കളെ കുറിച്ചൊക്കെ പ്രശംസാപത്രികകൾ അല്ലെങ്കിൽ പ്രശംസകളൊക്കെ പലയിടത്തും വന്നു കണ്ടിട്ടുണ്ട്. ഈ 2015 ശേഷം ഒരു 4-5 ഇൻസിഡൻറ്റ് 2017 ഓസ്ട്രേലിയയിലൊരു പൊളിറ്റീഷ്യൻ സ്ത്രീയാണ്. അവരുടെ കുഞ്ഞിനെ പാർലമെൻറ്റ് മന്ദിരത്തിൽ കൊണ്ടുവന്ന് കൂടെ ഇരുത്തുകയും ആ കുഞ്ഞിന് വിശന്നപ്പോൾ അതിന് മുലപ്പാൽ കൊടുക്കുകയും ചെയ്തു. അത് വളരെ വലിയ വാർത്തയായിട്ട് പത്രങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. 2018 ജൂണിലൊരു കാനഡയിലെ ഒരു മന്ത്രി അവരുടെ മന്ത്രിമാരുടെ ഒരു യോഗത്തിൽ അല്ലെങ്കിൽ അതുപോലെയുള്ളൊരു ഔദ്യോഗിക യോഗത്തിൽ ഇതേപോലൊരു കാര്യം ചെയ്തതും വാർത്തയായിട്ടുണ്ട്. ഇനിയുണ്ട് ന്യൂസിലാൻഡിൽ ഇതേപോലൊരു സംഭവം ഈ കാലഘട്ടത്തിൽ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം വാർത്തയുണ്ട് കേട്ടോ. ചിലതിനൊക്കെ പടവും വീഡിയോ അടക്കമാണ് ഇതിനൊക്കെ വാർത്തയുള്ളത്. എന്നാൽ ഒരിടത്തും അപ്പന്മാരെ പ്രകീർത്തിച്ച് വലിയ വാർത്തയൊന്നും ഞാനെങ്ങും കണ്ടിട്ടില്ല. ഈ അടുത്ത കാലത്ത് ഏക വാർത്ത അപ്പന്മാരെ കുറിച്ച് വന്നത് എലോൺ മസ്ക് ഒരു മകനെയും കൊണ്ട് ട്രംപിൻ്റെ
ഓവൽ ഓഫീസിൽ ചെന്ന് ഒരു TV ഷോയിൽ പങ്കെടുത്തതാണ്. നിങ്ങളാരെങ്കിലും അതിൻ്റെ വാർത്ത കാണുമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടോ എന്നൊന്നും അറിയില്ല. സാധാരണ ചെയ്യാത്തൊരു സംഗതിയാണ്, അതൊരു അപൂർവമായൊരു വസ്തുതയാണ്. അതിനകത്തൊരു രസകരമായൊരു വസ്തുതയുണ്ട്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ വീഡിയോ എവിടെയെങ്കിലും കാണുന്നെങ്കിലും നോക്കിയാൽ മനസ്സിലാവും. ഒരു അല്പസമയം കഴിയുമ്പോൾ ഈ പയ്യന് അവൻ്റെ മൂക്കൊന്ന് വൃത്തിയാക്കി, കുട്ടികളല്ലേ പിന്നെന്തൊക്കെ ചെയ്യുമെന്ന് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഞാൻ പിന്നീട് വായിച്ച് മനസ്സിലാക്കിയത് ട്രംപ് ആ ടേബിൾ വരെ ഓഫീസിൽ നിന്ന് മാറ്റി പുതിയത് സ്ഥാപിച്ചു എന്നാണ്. ഞാൻ പറഞ്ഞു വരാൻ ശ്രമിക്കുന്നത്, അപ്പന്മാരെ കുറിച്ച് പ്രത്യേകിച്ച് ഇതുപോലുള്ള വാർത്തകളൊന്നും വരാറില്ല. അപ്പൻ മകനെ സ്നേഹിച്ചെന്നോ മകളെ സ്നേഹിച്ചെന്നോ ഒക്കെ പറയുന്നത് വളരെ ചെറിയ വാർത്തകളൊക്കെ. എന്നാലും ഈ മാതാവിനുള്ളതുപോലെ ബന്ധം തെളിയിക്കാൻ പറ്റുന്ന ഒരു സംഗതി മക്കളെ സംബന്ധിച്ചോളം, അപ്പനും മക്കളും സംബന്ധിച്ചോളം ഇല്ല എന്ന് തന്നെ പറയാം. അവിടെയാണ് ഞാൻ പിതാവിനെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത്. നമുക്കില്ലാത്ത അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കാത്ത ഒരു സ്വഭാവം. അതിനായിട്ട് മത്തായി സുവിശേഷം 3-ാം അധ്യായം 13 മുതലുള്ള 2 വാക്യങ്ങൾ ആദ്യം വായിക്കാം. അനന്തരം യേശു യോഹന്നാനാൽ സ്നാനമേൽക്കുവാൻ ഗലീലയിൽ നിന്ന് യോർദ്ദാനക്കരെ അവന്റെ അടുക്കൽ വന്നു. യോഹന്നാനോ അവനെ വിലക്കി, നിന്നാൽ സ്നാനമേൽക്കുവാൻ എനിക്ക് ആവശ്യം, പിന്നെ നീ എൻ്റെ അടുക്കൽ വരുന്നുവോ എന്ന് പറഞ്ഞു. യേശു അവനോട്, ഇപ്പോൾ സമ്മതിക്ക, ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതം എന്ന് ഉത്തരം പറഞ്ഞു. എന്നാലേ അവൻ അവനെ സമ്മതിച്ചു. ദൈവത്തിന് സ്വാഗതം. ഈ രംഗം നിങ്ങൾക്കൊന്ന് ആലോചിക്കാം. ഞാൻ വെറുതെ ഓർത്തിരിക്കാൻ വേണ്ടി 2 പടം നിങ്ങളെ മുമ്പിൽ വയ്ക്കാം. ഈ വരുന്ന യേശുവിനെ കാണുമ്പോൾ യോഹന്നാൻ സ്നാപകൻ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നമ്മൾ ഇന്നലെ ഇതിനെക്കുറിച്ച് പറഞ്ഞു. ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. എത്ര വർഷം കൊണ്ട് കാത്തിരിക്കുന്നതാണ്. മനുഷ്യൻ തന്നെ പാപം ആദ്യത്തെ പാപം കഴിഞ്ഞ അന്നു മുതൽ കാത്തിരിക്കുന്ന സംഭവമാണ് അല്ലേ? യേശുക്രിസ്തു ഭൂമിയിലേക്ക് വരിക. ഇനി ഈ യേശുക്രിസ്തുവിനെ കുറിച്ച് ഇബ്രായ ലേഖനത്തിൽ പറയുന്നൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അതുകൂടെ ഒന്ന് വായിച്ചാൽ നല്ലതാണ്. 1:7. അവൻ കാറ്റുകളെ തന്റെ ദൂതന്മാരും അതിന് തൊട്ട് മുമ്പിൽ തുടങ്ങി 6-ാമത്. ആദ്യജാതനെ ഭൂതലത്തിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ ദൈവത്തിന്റെ സകല ദൂതന്മാരും അവനെ നമസ്കരിക്കണം എന്ന് താൻ അരുളി ചെയ്തു. മതി. ഇതിന്റെ റെഫറൻസ് 97-ാം സങ്കീർത്തനത്തിൽ ദേവന്മാർ അവനെ നമസ്കരിക്കട്ടെ എന്നൊക്കെ പറയുന്ന 2-3 റെഫറൻസ് ഉണ്ട്. അത് ഞാൻ തൽക്കാലം എടുക്കുന്നില്ല. തൽക്കാലം ഈ ഒരു ഭാഗം, ഈ ഒരു വാക്യം അപ്പോസ്തലൻ പറഞ്ഞേക്കുന്ന കാര്യം നിങ്ങളങ്ങ് വിശ്വാസത്തിലെടുക്കുക. അതിനപ്പുറത്തേക്ക് പോകണമെങ്കിൽ നമുക്ക് വേറെ സ്റ്റഡിയായിട്ട് ചെയ്യാം. എന്ന് പറഞ്ഞാൽ പുത്രനെ ഭൂമിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ആരോട് പറഞ്ഞു നമസ്കരിക്കാൻ? പുത്രനെ ദൈവം ഭൂമിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ആരോട് പറഞ്ഞു നമസ്കരിക്കാൻ? സകല എന്ന് മാത്രമേ കേൾക്കുന്നുള്ളൂ. അതുകൊണ്ട് അടുത്ത വാക്യം ആദ്യം പറ. ദൂതന്മാരോട് നമസ്കരിക്കാൻ പറഞ്ഞു. മനസ്സിലാവുന്നുണ്ടോ? സകല പ്രപഞ്ചവും കൂടെ എടുത്താലും ആരാധനയ്ക്ക് യോഗ്യൻ എത്ര പേരുണ്ട്? ഒറ്റയാളേ ഉള്ളൂ. ഇവിടെ ദൈവം പറയുന്നു പുത്രനെ പറ്റി ദൂതന്മാരോട് അവനെ നമസ്കരിക്കാൻ. ഞാൻ എന്തിനത് പറഞ്ഞെന്ന് ചോദിച്ചാൽ, നമുക്ക് ദൈവം രണ്ടില്ല. ഈ 2 ഐഡന്റിറ്റീസേ ഉള്ളൂ. തത്വത്തിൽ അത് 2ഉം സിംഗിൾ യൂണിറ്റാണ്. പക്ഷേ ഇത് 2 ഐഡന്റിറ്റീസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. അത് തന്നെയാണ് ഇവിടെ പറഞ്ഞത്. ഒരാൾ മറ്റേ ആളെ കുറിച്ച് പറയുന്നു, ദൂതന്മാരോട് അവനെ
പുത്രനായതുകൊണ്ടോ ഭൂമിയിലോട്ട് പോകുന്നത് കൊണ്ടോ ഒരു കുറവും വരുത്തണ്ട, ആരാധന മുടങ്ങാതെ നടന്നോട്ടെ. യേശുക്രിസ്തു ദൈവമാണോ? യേശുക്രിസ്തു ദൈവമാണോ? ഒരു സംശയവുമില്ല. യേശുക്രിസ്തുവിനെ ആരാധിക്കാൻ വേദപുസ്തകം പറഞ്ഞിട്ടുണ്ടോ? ഒരു സംശയവുമില്ല. ഇതൊരു വാക്യം മാത്രമേ ഉള്ളൂ കേട്ടോ, ഇനി വാക്യങ്ങളുണ്ട് വേറെ. നമ്മൾ പല തവണ സംസാരിച്ചിട്ടുണ്ട്. നിങ്ങൾ വിചാരിക്കുമ്പോൾ ആ മനസ്സിലൊന്ന് കാണണം കേട്ടോ. അബ്രഹാമിൻ്റെ അവിടെ വന്ന് വിസിറ്റ് ചെയ്തിട്ട് സോതോമിലേക്ക് പോയി ആ സോതോം മുഴുവൻ കത്തിച്ച 2 പേര് അവർ ഈ ആരാധനയ്ക്കകത്താണ്. 1,85,000 പടയാളികളെ ഒറ്റ രാത്രി കൊണ്ട് കൊന്ന ആൾ ഇതിനകത്തുണ്ട്. അതിവിശുദ്ധ സ്ഥലത്ത് ആരാധിച്ചുകൊണ്ടിരുന്ന സക്കറിയ പുരോഹിതന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടയാളും ഇതിനകത്തുണ്ട്. ഇനിയുണ്ട് ഒത്തിരി നമുക്കെടുക്കാൻ. സൈന്യങ്ങളുമായിട്ട് ഏലിയാവിനെ എതിരേൽക്കാൻ വന്നവർ, ഇങ്ങനെ ഒത്തിരി പേരുണ്ട്. ഇവരെല്ലാവരോടും പറഞ്ഞേക്കുന്നത് എന്താ? യേശുവിനെ, അങ്ങനെയാണെങ്കിൽ എന്ത് സാക്ഷിയോ ആയിക്കോട്ടെ, യേശു ആരാധനയ്ക്ക് യോഗ്യനല്ല എന്ന് പറഞ്ഞാൽ ഈ ആളിനെ വേദപുസ്തക പ്രകാരം, ലേഖനപ്രകാരം വീട്ടിനകത്ത് കയറ്റാൻ പാടില്ല. സംസാരിക്കരുതെന്നോ വിരോധിയാക്കണമെന്നോ അല്ല. പക്ഷേ വീട്ടിനകത്ത് കയറ്റുക എന്ന് പറഞ്ഞാൽ നമ്മളൊരു സഹോദരനെ കൈക്കൊള്ളുന്ന പോലെ കൈക്കൊള്ളരുത് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇടപാട് കാണുമ്പോൾ മക്കൾക്ക് പോലും തോന്നരുത് ഇവർ സുഹൃത്തുക്കളാണ്, മറ്റേയാൾ പറയുന്നത് നമുക്ക് വിശ്വസിക്കാമെന്ന് തോന്നരുത്. ഇതാണ് ആ വ്യത്യാസം. മനസ്സിലാവുന്നുണ്ടോ? അല്ലാതെ അവനെ കാണുമ്പോൾ ചീത്ത വിളിക്കാനൊന്നും അല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അവനെ വീട്ടിനകത്തോട്ട് കയറ്റരുത്. ദൈവത്തിന് സ്തോത്രം. ഇനി വീണ്ടും പഴയ സ്നാനം നടക്കുന്ന സ്ഥലത്തോട്ട് പോകും. പോകുന്നതിന് മുമ്പ് ഞാൻ വേറെ സംഗതിയോട് ചോദിച്ചു. ഇത്രയും കാലത്തിനിടയ്ക്ക് തന്നെ അനീഷിൻ്റെ ജീവിതത്തിൽ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം മറ്റുള്ള ഈ അവരുടെ കുടുംബക്കാരെല്ലാം കൂടി നോക്കുമ്പോൾ കുഞ്ഞിൻ്റെ സർജറി. വേറെ ഏതെങ്കിലും അഭിപ്രായം പറഞ്ഞു? അപ്പൻ്റെ സ്നാനം, വേറെ കല്യാണം, അച്ചാച്ചൻ്റെ സ്നാനം. ഇതിലേതിലാ ഏറ്റവും കൂടുതൽ ആൾ കൂടിയത്? അവരെ എല്ലാം പരിഗണനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം ഏതായിരുന്നു? സമ്മതിച്ചേ? ഇനി വാക്ക് മാറരുത്. ഇനി മത്തായിയിൽ നമ്മൾ വായിച്ചതിന്റെ തൊട്ടടുത്ത 2 വാക്യം വായിച്ചു. മതി. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് അപ്പുറത്തോട്ടോ. ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കണം. നമ്മളോടൊക്കെ സ്നാനപ്പെടാൻ ഒരു തവണ പറഞ്ഞപ്പോൾ കേട്ട ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ദൈവത്തിന് സ്വതം. എത്രയും പ്രതീക്ഷിക്കാം. യേശുവിനോട് ആരെങ്കിലും സ്നാനപ്പെടണമെന്ന് പറഞ്ഞു? എന്തെങ്കിലും ആവശ്യമുണ്ടോ യേശുവിനെ സംബന്ധിച്ചോളം? കാര്യം യേശുവിന് സ്നാനം ആവശ്യമുണ്ടെങ്കിൽ പോലും അടുത്ത പ്രവൃത്തിക്ക് യോഗ്യനല്ല. ആവശ്യമായിട്ട് വന്നാൽ ഞാൻ പറഞ്ഞ ശരിയായ ബോധ്യത്തിൽ എഴുതുക. ആവശ്യമില്ലായിട്ടാണോ ചെയ്തതെന്ന് പിന്നെ അടുത്ത ചോദ്യം വരരുത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ശരിയായ അർത്ഥത്തിലെടുക്കണം. കാര്യം ഈ സ്നാനം എന്തിനാ? യോഹന്നാന്റെ സ്നാനം പാപപരിഹാരത്തിനാണ്. യേശുവിന് അതിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. കാര്യം പാപം ഉണ്ടെന്ന് വന്നാൽ അടുത്തതിന് യോഗ്യനല്ല. അതിനെന്താ? ഒരു ഊനമില്ലാത്ത ആട് വേണമെന്ന് യാഗത്തിന്റെ നിയമം നേരത്തെ വെച്ചേക്കുക. എന്തിനു വേണ്ടിയാ? ഈ വരാനുള്ള യാഗത്തിന് വേണ്ടി. അല്ലാതെ ഊനമില്ലാത്ത ആട് വല്ലതും ഉണ്ടോ ലോകത്ത്? അതൊക്കെ ചുമ്മാ മനുഷ്യനൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാ. ഒരു നിഴല്, ഷാഡോ ആണ്. യേശു ക്രിസ്തുവിന്റെ നിഴൽ നോക്കും ഒരാട് ഒക്കത്തില്ല.
അപ്പോൾ ഒരു ഊനവും ഇല്ലാത്തവനായിരിക്കണം അങ്ങോട്ട് പോകേണ്ടത്. ഇവൻ ചെന്ന്, ഞാൻ ആ വാക്കൊക്കെ പറയുമ്പോൾ എനിക്ക് തന്നെ പ്രയാസമുണ്ട് ഇവൻ എന്നൊക്കെ പറയാൻ കേട്ടോ, എന്നാലും ഞാൻ പറയാം. യേശു ചെന്ന് യോഹന്നാൻ്റെ മുമ്പിൽ ചെന്ന് നിൽക്കുക. ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവുന്നുണ്ടോ? ജീസസ് ജോൺ ദ ബാപ്റ്റിസ്റ്റിൻ്റെ മുമ്പിൽ ചെന്ന് നിന്ന് ജോൺ ദ ബാപ്റ്റിസ്റ്റ് അലറി കൂവി നാട്ടുകാരെ വിളിച്ച് സ്നാനപ്പെടുത്തിക്കൊണ്ടിരിക്കുക. സർപ്പസന്തതികളെന്നൊക്കെ സത്യം പറഞ്ഞാൽ ചീത്ത വിളിക്കുന്ന പോലെ വിളിച്ചിട്ടാണ് ആൾക്കാരെ സ്നാനപ്പെടുത്തുന്നത്. എന്നിട്ടും ആൾക്കാർ കൂടി കേട്ടോ, എനിക്കതിൽ അതിശയം തോന്നുന്നു. ഇങ്ങനെയൊക്കെ വിളിച്ചിട്ടും, പണ്ടൊക്കെ ആചാര്യ ഉപദേശി ഇങ്ങനെയൊക്കെ വിളിച്ചിട്ട് ആൾ കൊടുത്തല്ലേ, അങ്ങനെ വഴിയിട്ട് അടിയും കൊടുത്തു ആൾക്കാർ. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്കാണ് ഒരാൾ ചെന്ന് പറയാം എനിക്ക് സ്നാനപ്പെടണം. ആ ആളോ ഇവനെ സൃഷ്ടിച്ചവൻ. ആ ഒരു ശുശ്രൂഷയുടെ മഹത്വം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? വേറെ ഏതെങ്കിലും മാർഗത്തിൽ ഒരു കൊടിയുടെ അടിയിൽ കൂടെ നടക്കുന്നതെങ്കിലും ഒപ്പിക്കാവുന്നുണ്ടെങ്കിൽ ആർക്ക് വേണ്ടി ആദ്യം ചെയ്തേനെ? അത് നമ്മുടെ യേശുവിന് വേണ്ടി ആ ദൈവം ആദ്യം അത് ചെയ്തേനെ. ഈ കാര്യം പറഞ്ഞ് ആരും നിങ്ങളെ പറ്റിക്കരുത്. ഇനി ദൈവത്തിന് സ്തോത്രം. അടുത്ത 2 വാക്യം വായിച്ചു കൺക്ലൂഡ് ചെയ്യും. യേശു സ്നാനമേറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി. അപ്പോൾ സ്വർഗം തുറന്ന് ദൈവാത്മാവ് പ്രാവെന്ന പോലെ ഇറങ്ങി തന്റെ മേൽ വരുന്നത് അവൻ കണ്ടു. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദവും ഉണ്ടായി. മതി. അവസാനം സംസാരിച്ചാരാ? ആരൊക്കെ വന്നവിടെ? ഇത്രയും അറ്റൻഡൻസ് ഉള്ള വേറെ ഏതെങ്കിലും ശുശ്രൂഷ വേദോത്സവത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾക്ക് പറയാൻ മറുരൂപമേ ഉള്ളൂ, അവിടെ ഇത്രയും അറ്റൻഡൻസ് ഇല്ല. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാർ പ്രോട്ടോക്കോളിൽ ഇത്രയും ഉയർന്നു നിൽക്കുന്ന ഇത്രയും പേര് വന്നിട്ടില്ല. വേറെ ഉണ്ടോ? ഒരിടത്തുമില്ല. ഒരിടത്തുമില്ല. ഈ ശുശ്രൂഷയുടെ മഹത്വം മനസ്സിലാവുന്നുണ്ടോ? ഇതിലോട്ട് ചെന്ന് നിന്ന യേശുവിനെ കണ്ടപ്പോ അപ്പൻ വിളിച്ചു പറയുകയാണ്. അപ്പന്മാർ ഒത്തിരി ഇരിപ്പുണ്ടല്ലോ. സ്വന്തം വീട്ടിൽ വെച്ച് 4 പേര് കേൾക്കപ്പോലും ഈ സ്റ്റേറ്റ്മെന്റ് നമ്മൾ എത്ര തവണ പറഞ്ഞിട്ടുണ്ട്? 10-30 വർഷത്തിലധികമായി ഒരു കുടുംബജീവിതം. എന്നാലും ഇപ്പോഴും ചില സമയത്ത് ഈഗോ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഒരു ഉമ്മ കൊടുക്കാൻ പോലും മടിയാ ഭാര്യയ്ക്ക്. ചിലപ്പോൾ രാവിലെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമൊക്കെ വരുന്നതിന് മുമ്പേ ഞാൻ അതങ്ങ് ചെയ്യും. ഇത് പറഞ്ഞുകൊണ്ടൊക്കെയാണ് ചെയ്യുന്നത്. സംശയം കൊണ്ട് ചോദിച്ചു നോക്കിയാണ്. കാര്യം ഒരു സംസാരമൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ ഒരു മംഗലമൊന്നും അല്ലല്ലോ ചെയ്യുന്ന, ഒരു ഉമ്മ വയ്ക്കുന്ന മംഗലത്തിലൊന്നും അല്ലല്ലോ മനുഷ്യ ശരി നമ്മൾ. അപ്പോൾ അതിനൊരു പ്രതീക്ഷയില്ല. അപ്പോൾ ആ ഒരു രീതിയൊന്നും അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കും ഒരു മനസ്സിൽ എൻ്റെ വിഷയത്തിലേക്ക് വരിക. നമ്മൾ പറയാറുണ്ടോ മക്കളെ കുറിച്ച്? ഈ അപ്പൻ്റെ പ്രോട്ടോക്കോൾ എന്തുവാ? ആ അപ്പൻ്റെ പ്രോട്ടോക്കോളിന് പറ്റിയ എന്തെങ്കിലും പ്രോട്ടോക്കോൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? കാര്യം പ്രോട്ടോക്കോൾ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് ബോധ്യമാവാൻ ഞാൻ പറയാം. ഇന്ത്യയിൽ അമേരിക്കൻ പ്രസിഡന്റ് വന്നാൽ റെഡ് കാർപ്പറ്റ് ഇട്ട് സ്വീകരിക്കണം. കാര്യം അതൊരു സൂചനയാണ്. കാരണം റെഡ് കാർപ്പറ്റ് അല്ലെങ്കിൽ നല്ല സ്വീകരണം അല്ല എന്നാണ് അർത്ഥമാക്കുന്നത്. അതുകൊണ്ട് എവിടുന്നെങ്കിലും ഒരു കാർപ്പറ്റ് കൊണ്ടുവന്ന് ഫ്ലൈറ്റ് ഇറങ്ങുന്നിടത്ത് വിരിച്ചിട്ടാണ് ഇയാളെ ഇറക്കിക്കൊണ്ടുവരുന്നത്. അവിടെ നമ്മുടെ പ്രധാനമന്ത്രിയും പ്രസിഡന്റും അവിടെ ആ സ്ഥലത്ത് തന്നെ സന്നിഹിതരായിരിക്കണം. ഇതാണ് പ്രോട്ടോക്കോൾ. പ്രസിഡന്റ് ആദ്യം പോയി സ്വീകരിക്കണം, പ്രധാനമന്ത്രി അത് ആ സ്ഥലത്ത് എവിടെയെങ്കിലും വെച്ച് കാണുകയും ചെയ്യും. ഇതാണ് ആ പ്രോട്ടോക്കോൾ. ഇനി ബഹറിന്റെ രാജാവ് ചെന്നാലോ ഏതെങ്കിലും ഒരു മന്ത്രി ചെല്ലും. ഇതാണ് പ്രോട്ടോക്കോൾ. മനസ്സിലാവുന്നില്ലേ? ഈ വന്ന ആൾക്കാർക്ക് പറ്റിയ പ്രോട്ടോക്കോൾ വല്ലതും ആണോ അവിടെ നടക്കുന്നത്? ഒന്നുമല്ല. ആരെ കരുതിയാ വന്നേക്കുന്നത്? പുത്രൻ ചെയ്ത ഈ പ്രവൃത്തി കണ്ടിട്ട്, ആ നീതി നിർവഹണം കണ്ടിട്ടാണ് അവർ വന്നേക്കുന്നത്. നമ്മൾ ആത്മാവിനെ കാത്തിരിക്കുകയൊക്കെ ചെയ്ത ഈ ആത്മാവ് പറന്നങ്ങ് ഇറങ്ങുക. ദൈവത്തിന് സ്തോത്രം. ആ ഒരു ശുശ്രൂഷയുടെ മഹത്വം മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങളെ അറിയാവുന്ന ഒരാളും ഈ ശുശ്രൂഷ ജീവിതത്തിൽ ഒഴിവാക്കരുത്. അതിൻ്റെതായ രീതിയുണ്ട്, അതിൻ്റെതായ സന്ദർഭമുണ്ട്, അതിനായ യോഗ്യതകളുണ്ട്.
ദൈവത്തിന് സ്വാതന്ത്ര്യം. യോഗ്യമായ പ്രവൃത്തി ചെയ്യുമ്പോൾ പരിസരം നോക്കാതെ അപ്പം വിളിച്ചു പറയുക, ഇവൻ എൻ്റെ പ്രിയവും. ആ സന്തോഷം ഒന്ന് ആലോചിച്ച് നോക്കും. സ്വർഗത്തിൽ നിന്ന് അവർക്ക് നമ്മെ എപ്പോഴും പറഞ്ഞു തീർക്കാവുന്ന ഒരു കാര്യമാണ്. ആർക്ക് വേണ്ടിയാ പറഞ്ഞേ? യേശുവിന് വേണ്ടിയല്ല, നമുക്ക് വേണ്ടിയാ പറഞ്ഞു. ആ യോർദാനൊക്കെ ചെന്ന് നിങ്ങൾ കണ്ടു നോക്കണം. നമ്മുടെ നാട്ടിലൊരു തോട്ട് നോക്കും. ഇനി അവിടെ നിൽക്കുന്ന ആൾക്കാരോ ബാക്കിയുള്ള പരിസരമോ അതെല്ലാം ഇതിന് സമം. മൃഗങ്ങളും ഒക്കെ ചുറ്റും കാണുമെന്ന് വെച്ചു. ഇവിടോട്ട് അതിവിശുദ്ധിയിൽ വസിക്കുന്നവൻ ഇറങ്ങി വന്ന് പറയുകയാണ്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ. നമ്മുടെ അനുസരണയിൽ അവൻ എത്രമാത്രം പ്രസാദിക്കുമെന്ന് ആലോചിച്ചു. നമ്മുടെ ഒബീഡിയൻസ് ഇതിൽ, നമ്മുടെ നീതി നിർവഹണത്തിൽ അവൻ എത്രമാത്രം പ്രസാദിക്കുമെന്ന് മനസ്സിലാക്കി. ദൈവത്തിന് സ്വാതന്ത്ര്യം. യോഹന്നാൻ സ്നാപകൻ പോലും സ്വപ്നത്തിൽ വിചാരിച്ച് കാണത്തില്ല ഇങ്ങനെ അസാധാരണമായ ഒരു സംഗതി ഇവിടെ നടക്കും. സൃഷ്ടാവ് സ്നാനത്തിനായിട്ട് ചെന്ന് നിൽക്കുന്ന രംഗം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഈ ശുശ്രൂഷയുടെ മഹത്വം അറിയാതിരിക്കുന്നുണ്ടെങ്കിൽ, മഹത്വമേറിയ ഈ ശുശ്രൂഷ നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അനുഭവിച്ചിട്ടില്ലെങ്കിൽ, ഞാൻ ഒരിക്കൽ കൂടെ ദൈവത്തിൽ ആശ്രയിച്ച് മുന്നറിയിപ്പ് പോലെ പറയും, നിങ്ങളുടെ ജീവിതത്തിൽ നടക്കേണ്ട ഇതിലും മഹത്വകരമായ ഒരു ശുശ്രൂഷ വേറെ. ദൈവത്തിന് സ്വാഗതം. യേശുക്രിസ്തുവിൻ്റെ സ്വർഗം ഭൂമിയിൽ സമ്മേളിച്ച ശുശ്രൂഷയായിരുന്നു സ്നാനം. ദൈവത്തിന് സ്വാഗതം. നിങ്ങളുടെ ജീവിതത്തിലും അതങ്ങനെ തന്നെ ആയിരിക്കട്ടെ. പിതാവിൻ്റെ സ്നേഹം മാലോകരോട് വിളിച്ചു പറയാനാണ് നമ്മുടെ ദൗത്യം. ദൈവത്തിന് സ്വാഗതം. ഇതിലേതെങ്കിലും സംഗതി നമുക്ക് ചേരാതിരിക്കുന്നുണ്ടോ ഇത് പറയാൻ? നമ്മുടെ പിതാവിനെ കുറിച്ച് പറയാൻ ഉണ്ടോ? ഈ പിതാവ് സ്നേഹിക്കുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ ആരോടെങ്കിലും? ഇത് അവരോട് അറിയിക്കേണ്ട ദൗത്യവും നമുക്കേ ഉള്ളൂ. നമ്മിൽ കൂടി മാത്രമാണ് അവൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. എന്നിട്ട് നേരിട്ട് ഇപ്പോൾ ചെയ്യുന്നുണ്ട് കേട്ടോ. സ്വപ്നങ്ങളാലും ദർശനങ്ങളാലും പല ഇസ്ലാമിക രാജ്യങ്ങളിലും ദൈവം നേരിട്ട് തന്നെ അവർക്ക് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഒത്തിരി സാക്ഷ്യങ്ങൾ നമ്മൾ പലയിടത്തും കേട്ടു. നമ്മൾ നിയോഗം നമ്മൾ നന്നായിട്ട് ചെയ്യാത്തത് കൊണ്ടാണ് ആ സ്ഥിതിയിലേക്ക് വരുന്നത്. ദൈവത്തിന് സ്വാഗതം. ഞാൻ ഒരു കാര്യം കൂടെ അതിൻ്റെ കൂടെ പറഞ്ഞിട്ട് അവസാനം. നമ്മുടെ ദൈവത്തിൻ്റെ സ്നേഹത്തെ വെളിവാക്കുന്ന ഒരു വസ്തുത, യേശുക്രിസ്തു ഭൂമിയിൽ വരുമ്പോൾ കൃത്യമായിട്ട് പറഞ്ഞാൽ ഈ ശുശ്രൂഷകളിലൊക്കെ വരുമ്പോഴത്തേക്ക് കൃത്യമായിട്ട് യേശുക്രിസ്തു പാപം ക്ഷമിച്ചു എന്ന് പലതവണ പറഞ്ഞിട്ടുണ്ടോ? ഇല്ലേ? ഉണ്ട്. ന്യായമായിട്ടും അത് യേശുക്രിസ്തുവിൻ്റെ നീതിയിൽ ക്ഷമിക്കാൻ പറ്റിയിട്ട് പറഞ്ഞാണോ ആ സമയത്ത്? ഇനി പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ കടമായിട്ടാണ് പറഞ്ഞത്. എൻ്റെ ആശയം മനസ്സിലാവുന്നുണ്ടോ? ഇതിൻ്റെ പൈസ കൊടുത്ത് തീർത്ത എവിടെ വെച്ചാ? ക്രൂശിൽ വെച്ചാ. അങ്ങനെയാണെങ്കിൽ അതിന് മുമ്പ് ക്ഷമിക്കുമ്പോൾ എന്തായിട്ടാണ് പറഞ്ഞേക്കുന്നത്? കടം പറഞ്ഞേക്കുക. എൻ്റെ ഒരു ആശയമാണ് കേട്ടോ. നിങ്ങളിതൊരു തിയോളജി ആയിട്ട് എടുത്തേച്ച് ഒരു പുസ്തകം എഴുതി കളയണം. ദൈവത്തിന് സ്വാഗതം. യോഹന്നാൻ 8-ാം അധ്യായം 7-ാം വാക്യവും 11-ാം വാക്യവും എന്ന് വെച്ചു. പെട്ടെന്ന് നിർത്താൻ 2 മിനിറ്റ്. ഇയാൾ 3-4 തവണയായിട്ട് ഇത് പറയുന്നുണ്ട്. അവർ അവനോട് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ എതിർന്നു, നിങ്ങളിൽ പാപമില്ലാത്തവൻ അവളെ ഒന്നാമത് കല്ലെറിയട്ടെ എന്ന് അവരോട് പറഞ്ഞു. പിന്നെയും കുനിഞ്ഞ് വിരൽ കൊണ്ട് 11-ാം വാക്യം. ഇല്ല കർത്താവേ എന്ന് അവൾ പറഞ്ഞു. ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല, പോക, ഇനി പാപം ചെയ്തതെന്ന് യേശു പറഞ്ഞു. ആദ്യം 2 കൂട്ടർ അല്ലെങ്കിൽ ഒരു കൂട്ടർ ഈ സ്ത്രീയുമായിട്ട് വരുമ്പോൾ ആ വന്ന പരീശന്മാർ മുഴുവൻ ഇങ്ങനെ ഉയർന്ന തട്ടി നിൽക്കുക അല്ലേ? ഈ സ്ത്രീയെ പരിഹസിച്ച് അപമാനിച്ച് പാപിയാക്കി യേശുവിൻ്റെ മുമ്പിൽ കൊണ്ട് നിൽക്കുക. ആ സ്ത്രീ ആണെങ്കിൽ ഏറ്റവും താണവളായിട്ട് യേശുവിൻ്റെ മുമ്പിൽ നിൽക്കും. യേശുവിൻ്റെ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ്, നിങ്ങൾ പാപമില്ലാത്തവൻ ഇവളെ
കല്ലെറിയട്ടെ. ഈ തട്ട് ഇവിടെത്തി. ആൾക്കാർ മൊത്തം തട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. അടുത്ത സ്റ്റേറ്റ്മെന്റ്, ഇനി പാപം ചെയ്യരുത്. ഈ തട്ടങ്ങ് തൂങ്ങി. മനസ്സിലായോ? ഒരു വിധത്തിലും ഇത്രയും ഒരു ആശ്വാസം പ്രതീക്ഷിച്ചാണോ ഈ സ്ത്രീ പോകുന്നത്? അങ്ങനെയാണെങ്കിൽ ഒരു വിധത്തിലും പരിഹാരമില്ല എന്നുള്ളൊരു പ്രശ്നവുമായിട്ടാണ് നിങ്ങളായിരിക്കുന്നെങ്കിൽ നമ്മുടെ യേശുവിൻ്റെ ഒരു വാക്കിൽ നിങ്ങളിരിക്കുന്ന തട്ട് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും അധികം വരും. നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും അധികം, നിങ്ങളെ പരിഹസിച്ചവർ പ്രതീക്ഷിക്കുന്നതിലും അധികം വരും. ദൈവത്തിന് സ്വരം പൂർണ്ണമായിട്ട് വിശ്വസിച്ചോ. ഉറപ്പായിട്ടും ഇത് നിങ്ങളുടെ ഹൃദയത്തിലുണ്ടായിരിക്കണം. മോശ മരിച്ചു കഴിഞ്ഞാലും തൻ്റെ ലക്ഷ്യങ്ങൾ തീരുമെന്ന് വിചാരിച്ചെങ്കിൽ അവിടെയും തീർന്നില്ല. മുമ്പ് പലതവണ പറഞ്ഞിട്ടുള്ള ശുശ്രൂഷ അവസാനിച്ചെന്ന് നാട്ടുകാർ പറഞ്ഞു കാണും. പക്ഷേ കുറ്റബോധത്തോടായിരിക്കും ചിലപ്പോൾ അബ്രഹാമിൻ്റെ മടിയിലിരുന്നത്. അവിടെ ആ ഒരു വിളി ചെല്ലുന്നത്, താഴോട്ടൊന്ന് പോകണം. സത്യം പറഞ്ഞാൽ തലയ്ക്ക് ഭ്രാന്തെടുത്ത പോലെ അവിടെ കിടന്ന് കറങ്ങി കാണുമല്ലേ അല്പസമയം. ഇതാ നമ്മുടെ ദൈവം, നമ്മൾ പ്രതീക്ഷിക്കാത്തതിനപ്പുറത്തേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ഒരു ദൈവം. ഈ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും.